ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ന്യൂ ഇയർ പ്രെപ്സ് ആണ് കേട്ടോ. ആദ്യം തന്നെ വലിയൊരു സോറി, കാരണം ഞാനിത് ജനുവരി 2 1 ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ വീഡിയോ ആയിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ ഒക്കെ ഒന്നും അങ്ങോട്ട് ഒത്തു വന്നില്ല. എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ള് വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഡെസ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ പ്രിൻ്റൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ് ബോർഡിൻ്റെ പുറത്താണ് നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കാർഡ് ബോർഡിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കാരണം ചിലപ്പോൾ ചെറിയ ഗ്യാപ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കാർഡ് ബോർഡിൻ്റെ കളർ എടുത്ത് കാണുമ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും. അതിൻ്റെ മുന്നേ നമുക്കിതിനൊന്ന് സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു കുട്ടി വിഷൻ ബോർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള പിക്ചേഴ്സിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ഞാൻ ഫോട്ടോ പേപ്പറിലായിരുന്നു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും A4 പ്രിൻ്റ് എടുക്കണം എന്നായിരുന്നു. പക്ഷേ അവിടെ ഫോട്ടോ പേപ്പറിൻ്റെ സൈസ് A4 ഉണ്ടായിരുന്നില്ല, A5 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടിയ ആ ഒരു പിക്ചറിൻ്റെ സൈസ് ഇത്തിരി കുറവാണ്. പിക്ചർ സൈസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിലും ചെറുതാക്കിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതേപോലെ ഇങ്ങനെ പീസസ് ഒട്ടിക്കുകയാണല്ലോ, അപ്പോൾ എന്തായാലും അതിലും ചെറുതാകും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കുട്ടി വിഷൻ ബോർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിൻട്രസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ക്യാൻവയിൽ പോയിട്ട് ടെംപ്ലേറ്റിൽ ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു കൊളാഷ് പോലെ സെറ്റ് ചെയ്തിട്ട് പ്രിൻറ്റിങ് ഷോപ്പിൽ കൊണ്ടുപോയി പ്രിൻ്റ് എടുപ്പിച്ചാൽ മതി. ഡിജിറ്റൽ വിഷൻ ബോർഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെയോ ടാബിൻ്റെയോ ഒക്കെ വാൾപേപ്പർ ആക്കുക. ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ വിഷൻ ബോർഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ ഒരു കാർഡ് ബോർഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കുറച്ചൊരു കട്ടിയുള്ള സാധനത്തിൻ്റെ മുകളിലോ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഗൈസ്, നമ്മൾ വൈകാതെ തന്നെ ഒരു 2K ഫാമിലി ആവാറായിട്ടുണ്ട്. എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾ വേഗം തന്നെ നന്നായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകാതെ തന്നെ ഒരു 2K ഫാമിലിയൊക്കെ ആകാം. അങ്ങനെ കവറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടി. ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, പിക്ചേഴ്സ് തികയുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞ് പിക്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോർഡിൻ്റെ മുകളിൽ തികയുമെന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവസാനം എങ്ങനെയൊക്കെയോ തികച്ചു. എന്തായാലും ഫസ്റ്റ് തന്നെ ഞാനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് വരിക എന്നൊക്കെ ഉള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടിരുന്നേ. അതിന് ശേഷമാണ് ഞാൻ ഒട്ടിച്ചത്. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് നടക്കുമെന്ന് തോന്നുന്ന ഗോൾസ് മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതായത് കുറച്ച് കുട്ടി കുട്ടി ഗോൾസൊക്കെ. നിങ്ങളും ഇതുവരെ വിഷൻ ബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ജനുവരി കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഇനിയുണ്ട് സമയം. ഇപ്പം തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അഥവാ ഇങ്ങനെ വിഷൻ ബോർഡൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്യാത്തവർക്ക് ജസ്റ്റ് ഒരു പേജിൽ വിഷൻ ബോർഡ് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളുടെ ഗോൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാലും മതിയാവും കേട്ടോ. എന്തായാലും പിക്ചേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിക്ചേഴ്സൊക്കെ തികയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ തികച്ചു. എന്തായാലും സ്പേസ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വിഷൻ ബോർഡിൽ സ്പേസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് അങ്ങോട്ട് പോകും. എന്തായാലും 2026 ഒട്ടിച്ചപ്പോൾ ചില പിക്ചേഴ്സിൻ്റെ പകുതിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ വിഷൻ ബോർഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ശരിക്കും ഈ വിഷൻ ബോർഡ് വാളിൽ ഒട്ടിക്കാണല്ലോ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കെന്ത് ഇത് ചുമരുമ്മൽ ഒട്ടിക്കാൻ മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇതിന് ജസ്റ്റ് ബാക്കിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് ടേബിൾമ തന്നെ വെക്കാമെന്ന്. ചുമരുമ്മ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അഥവാ പറിച്ചെടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിഷൻ ബോർഡ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന ആകെ നാശാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വിഷൻ ബോർഡിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവില്ല, അതേമാതിരി ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. 2026 എനിക്കൊരു അടിപൊളി ഇയർ ആവണമെന്ന് നല്ലോണം തന്നെ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറേ പ്രിപ്പറേഷൻസൊക്കെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ 2025 വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2025 എനിക്ക് പ്രത്യേകിച്ച് അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടായെന്നൊന്നും പറയാൻ വെക്കത്തില്ല. ആകെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 2026 നമ്മുടെ 25 മാതിരി ആവരുത്തി ഇത്തിരി കൂടി അടിപൊളി ഇയർ ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ പെണ്ണ് പിടിക്കുന്ന സ്റ്റൈല് ആരും മെയിൻ ചെയ്യേണ്ട. കാരണം ഞാൻ വേറൊരു ടൈപ്പിൽ പിടിച്ചിട്ടാണ് എഴുതാറുള്ളത്. ഗോൾസ് എന്താ എഴുതാന്നുള്ളത് ആദ്യം നല്ല കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എഴുതി വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി കുട്ടി ഗോൾസാണ് കേട്ടോ എഴുതി കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്കിത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പേജ് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറേ സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡയറിയുടെ ബാക്കിലും ഇതേപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ നിന്നും ഞാൻ 2-3 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതേപോലെ ഗോൾസും സംഭവങ്ങളൊക്കെ എഴുതി വെക്കുന്നത് ശരിക്കും നല്ലൊരു ഹാബിറ്റാണ് കേട്ടോ. കാരണം നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്ക് നേരത്തെ കണ്ടറിയാൻ പറ്റും. എന്തായാലും നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേജാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഹാബിറ്റ്സ് ടു അവോയ്ഡ്. 2026 എൻ്റെ കുറേ ദുശീലങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തന്നെ January 11th ആയി. ഇതുവരെ ഞാൻ ഇതിലത്തെ ഒരു ഹാബിറ്റ് പോലും നല്ലപോലെ അവോയ്ഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗോൾസിൻ്റെ കാര്യമാണെങ്കിലും വിഷൻ ബോർഡിൻ്റെ കാര്യമാണെങ്കിലും ഒന്നിനും വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത് തുടങ്ങി ില്ല നാളെ നീളെ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ആവരുത് ഗൈസ്. നമ്മൾ ഈ ഒരു ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. എന്നാലാണല്ലോ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്തായാലും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയ കുറച്ച് ഹാബിറ്റ്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹാബിറ്റ്സ് എഴുതി വന്നപ്പോഴത്തേക്ക് ഗോൾസിനേക്കാളും കൂടുതൽ അവോയ്ഡ് ചെയ്യാനുള്ള ഹാബിറ്റ്സ് ആയിരുന്നു കേട്ടോ. എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി നമുക്കൊരു മണി ബോക്സ് ഉണ്ടാക്കാം. 2026 ഗോൾസിലും മിഷൻ ബോർഡിലും ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സേവിങ്സ് വേണമെന്നുള്ളത്. ഈയിടെയായിട്ട് എൻ്റെ കയ്യിൽ സേവിങ്സ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു മണി ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാമെന്ന്. ഇതൊക്കെ ഞാൻ എൻ്റെ പഴയ മണി ബോക്സാണ് കേട്ടോ കാണിച്ചത്. അതേപോലത്തെ ബോക്സാണ് ഞാൻ തിരഞ്ഞത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ബോക്സാണ്. ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് താഴെ ഇതേപോലെ ഒരു ടാപ്പ് പീസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തരണേ. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മണി ബോക്സ് നമ്മളിങ്ങനെ പൈസ ഇടുന്നതിനനുസരിച്ച് ഇങ്ങനെ വെട്ടി കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ മണി ബോക്സ് ആണേ. എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പറിൽ എനിക്ക് 1000 rupees സേവ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൈസ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. 5, 10, 20 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതും കൂടി നമ്മുടെ ബോക്സിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ മണി ബോക്സ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഇതേപോലെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു. അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് ക്യൂട്ടാക്കിയതിന് ശേഷം കുറച്ച് ചില്ലറ പൈസ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 രൂപ അതിൻ്റെ ഉള്ളിലൂടെ കൊള്ളുന്നില്ല, ഇങ്ങനെയൊക്കെ കുത്തി തിരികിയിട്ടാണ് ഇട്ടത്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഞാൻ 2026 വേണ്ടി ചെയ്ത പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരേക്കും ബൈ.